എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടും മായ സ്റ്റാറ്റിലേക്ക് സുസ്വാഗതം. ഇനി നമ്മൾ അത്തം നക്ഷത്രക്കാരുടെ ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Page of Pentacles, King of Cups, Sun card, Devil energy, Three of Swords, King of Wands. ആദ്യം തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകുന്ന സാഹചര്യം കാണിക്കുന്നുണ്ട്. ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു സമയം വളരെ അത്യുഗ്രൻ ബെനിഫിറ്റ്സ് ജീവിതത്തിൽ കൊണ്ടുവരുന്ന സമയമാണെന്ന് പറയാം. അപ്പോൾ അത് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ജോലി ഇല്ലാത്തവരെ, ഇപ്പോൾ കോവിഡിൻ്റെ ഭാഗമായിട്ട് ജോലി നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ നല്ല ജോലിയിൽ ഇരുന്നവരായിരിക്കാം, പക്ഷെ അതിനുശേഷം വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പൊസിഷനിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയും ആഗ്രഹിച്ച ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ അത്രയും നല്ല ഒരു ജോലി ലഭിച്ചിട്ടില്ലാത്തവരോ, അല്ലെങ്കിൽ അതിനുശേഷം നല്ലൊരു ജോലി ഇല്ല, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ എന്നുള്ളതിലുപരി ജോലി ഇല്ലാതിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു മാസം വളരെ നല്ല സാധ്യതകളാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജോലി, നിങ്ങൾ ആഗ്രഹിച്ച ജീവിത സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ച് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു കോവിഡ് ബാധിച്ചിട്ടോ ആ ഒരു സമയത്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളൊരു സാഹചര്യമാവാം. പല കാരണങ്ങൾ കൊണ്ടിട്ട് കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജി പോസിറ്റിവിറ്റിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടം. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. എല്ലാവരും ചുറ്റുമുള്ള ആളുകൾ വലിയ സപ്പോർട്ടൊന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തിരിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സഹകരണ മനോഭാവം കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ളൊരു സൂചന ഇവിടെ തരുന്നുണ്ട്. അതേപോലെ തന്നെ പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടാനായിട്ടുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതേപോലെ ലൈഫ് പേർപ്പസ് ലഭിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ നിയോഗം എന്താണ്, ജീവിത ലക്ഷ്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുകയും സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാകുക, അതേപോലെ എന്തെങ്കിലും എൻട്രൻസ് അതേപോലെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെവിൾ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ സാമ്പത്തിക നേട്ടവും പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് ആഡംബരം കൂടി അല്ലെങ്കിൽ ആഡംബരപ്രിയരാകുന്ന ഒരു സാഹചര്യമാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷം പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാവും. നിങ്ങൾ ആഗ്രഹിച്ച ജോലി, വളരെ നല്ല ശമ്പളം അതുപോലുള്ള സാഹചര്യമൊക്കെ കാണിക്കുമ്പോൾ പെട്ടെന്ന് നേട്ടമുണ്ടാകുമ്പോൾ അതിൽ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ആ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയിട്ട് നിങ്ങൾ ചില ആളുകൾ പുതിയ കാർ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒത്തിരി അത്യാഡംബരങ്ങൾ കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമം. ഇപ്പോൾ കാർ എടുക്കുന്ന ആഡംബരം എന്നുള്ളതല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ വേറെ പല മാറ്റങ്ങളും വരുത്തേണ്ട സമയമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു രീതിയെക്കുറിച്ച് ചിന്തിക്കുക. പിന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകളിലേക്ക് പോകാം. അനാവശ്യമായിട്ടുള്ള ചില ആളുകൾ ദുസ്വഭാവങ്ങളിലേക്കും, ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത്രയും നല്ലതല്ലായിരുന്ന സമയത്ത് മിതമായിട്ട് കാര്യങ്ങൾ ജീവിച്ചു പോയിരുന്നു. പക്ഷേ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ ആഡംബരങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള ആഡംബരങ്ങൾ കൂടുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ധൂർത്തിലേക്ക് പോകാതിരിക്കുക, ദുസ്വഭാവങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കാരണം ഇപ്പോൾ മദ്യപാനത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ചില ആളുകൾ. മദ്യം അധികം കഴിച്ചിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെയധികം ഒത്തിരി എന്താ പറയുക
വില കൂടിയ മദ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഞാൻ ഇന്നതാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഉള്ളവർ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ല നിങ്ങൾക്ക് ഇഷ്ടമാണോ വേണോ എന്ന് വെച്ചിട്ടല്ലാതെ ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജലസി, അസൂയയും ചില കാര്യങ്ങളിലൊക്കെ ഒരു കുശുമ്പൊക്കെ കാണിക്കുന്നുണ്ട്. അത് ചുറ്റുപാടുള്ള ആളുകളുടെ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ എനിക്കും അതുപോലെ ആകണം എന്നുള്ള രീതി മൈൻഡിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇത് കണ്ടിട്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വയം നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കുക. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് സത്യസന്ധത പുലർത്തുക എന്ന് പറയും. നിങ്ങളോട് സത്യസന്ധത പുലർത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ആരാണ്, എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് സ്വയം മനസ്സിലാക്കുക. മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക അല്ല വേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ അതായത് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ. ഈവൻ നിങ്ങൾ നല്ലൊരു ജോലി, പൊസിഷൻ, സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ കൂടി ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ കയ്യിലേക്ക് പൈസ വരുമ്പോൾ അപ്പം തന്നെ എന്തെങ്കിലും മേടിക്കുന്ന ഒരു രീതിയാണ്, അതിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ നേട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അതവിടെ ഇരിക്കുക. കാരണം നമ്മളൊന്ന് ഒരു പെട്ടെന്നുള്ള സന്തോഷത്തിൽ നമ്മൾ പല അബദ്ധങ്ങളിലും ചെന്ന് പെട്ടേക്കാം. അപ്പോൾ അതവിടെ ഇരിക്കുക, പതുക്കെ അതിന് സമയം കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് സമയം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്ന് കുറയും, നമ്മളൊന്ന് ശാന്തരാകും. അതിനുശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നല്ല തീരുമാനങ്ങളായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം പല തീരുമാനങ്ങളും എടുക്കാൻ എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് റിസ്ക് എടുക്കുന്നു, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനും റിസ്ക് എടുക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സമയമാണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിന് പറ്റിയൊരു സമയമാണ്. അതേപോലെ തന്നെ 3 of Swords എനർജി കണക്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇത് ഒരു ലിറ്ററൽ മീനിങ് ആണ്. കാരണം ചില ആളുകൾക്ക് പ്രണയ നൈരാശ്യം പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവർക്ക് അത് ഒത്തുപോകാൻ പറ്റാതെ ഉള്ള ഒരു സാഹചര്യം, വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതേപോലെ വിവാഹത്തിലേക്ക് ചെന്ന് കലാശിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അതേപോലെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ഉള്ളവർ ആ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പണ്ടുണ്ടായിരുന്ന അതേ ഒരു ഫീലിങ്സ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്നില്ല. രണ്ടുപേരിലും ഒരേപോലെ അത് ആ ഒരു എനർജി ആയതുകൊണ്ട് വലിയ ഒരു ചതിവോ ആ ഒരു രീതിയിലല്ല, രണ്ടുപേർക്കും ഒരേപോലെ ഒരു പക്ഷേ തുറന്നു കൊണ്ടുപോകാൻ പറ്റുന്നില്ല പല പല കാരണങ്ങൾ കൊണ്ടിട്ട്. അപ്പം അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ വിട്ടകന്നു പോകാനുള്ള സാഹചര്യവും അതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി അതേപോലെ തന്നെ സൺ കാർഡാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം നല്ല ഒരു സംഭാഷണ ചാതുര്യം നിങ്ങളിൽ കാണിക്കുന്നുണ്ട്, മറ്റുള്ളവരിലേക്ക് കാര്യങ്ങൾ പറഞ്ഞെത്തിക്കാൻ. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ നല്ല സാധ്യതകളാണ്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്ട്സ് എടുപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതിലൊക്കെ വളരെയധികം സാധ്യതകൾ നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. മറ്റുള്ളവർ അതേപോലെ തന്നെ പൊളിറ്റിക്സിലുള്ളവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടോ എന്തിൻ്റെയെങ്കിലുമൊക്കെ ഭാഗമായിട്ട് നിലകൊള്ളുന്നവരാണെങ്കിൽ മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടെത്തിക്കാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഘടനയോ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആളുകളെ അതിലേക്ക് ചേർക്കാൻ, അത് നമ്മൾ പുതിയ എന്തിൻ്റെങ്കിലുമൊക്കെ ഭാഗമായിട്ട് ആളുകളെ ചേർക്കുന്നതോ സെയിൽസിലൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് വളരെയധികം സാധ്യതകളുള്ളൊരു സമയമാണ്. ഇൻസെൻറ്റീവ് പോലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ലഭിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടുള്ള ചിന്തകൾ നിങ്ങളിലുണ്ടാകുന്നു. വളരെ ധൈര്യസമേതം കാര്യങ്ങൾ നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ഇനി വീട്ടമ്മമാരാണെങ്കിലും പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുന്നോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പക്ഷെ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കാനൊരു ധൈര്യക്കുറവുള്ളവർക്ക് അതിനൊക്കെയുള്ളൊരു ധൈര്യം, അതായത് സ്വന്തമായിട്ട് നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു ധൈര്യം നിങ്ങൾ വരികയാണ്. അപ്പോൾ പിന്നെ പല കാര്യങ്ങളും നിങ്ങളായിട്ട് ചെയ്ത് തീർക്കുന്നു എന്നുള്ളത്. അതേപോലെ സിംഗിൾ പാരൻസ്, അതായത് ഒറ്റയ്ക്ക് നിന്നിട്ട് കുട്ടികളെ, അച്ഛനോ അമ്മയോ ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്ന സാഹചര്യത്തിലും നിങ്ങൾ സ്വയം ആത്മവിശ്വാസം കൂടുകയും നിങ്ങൾക്ക് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളിലും കൂടുതൽ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നു, അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന നല്ലൊരു ബന്ധം മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ നിലനിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യവും ഒക്കെ
ഈ ഒരു സമയത്ത്, ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ജോലിയും കുടുംബവും ഒരുപോലെ നോക്കിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യവും കാണിക്കുന്നുണ്ട്. നല്ലൊരു ബാലൻസ് ജീവിതത്തിൽ നിലനിർത്താനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്, കരിയറും പേഴ്സണൽ ലൈഫും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബിഗ് താങ്ക് യു എല്ലാവർക്കും.